ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു മിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ ഒരു മിഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കമ്പനി വന്നിട്ടുള്ളത് ഉഷയുടെ അലോർഡിക്സിൻ്റെ ഒരു മെഷീനാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെഷീനിൽ എന്ന് വെച്ചാൽ പല രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് സൂചിയിലേക്ക് നൂല് കോക്കണമെന്നുണ്ടെങ്കിൽ അതും അത് തന്നെ ആ മെഷീനിൽ തന്നെ അതിനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ പലതരം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നുള്ളത് നമുക്കത് സൂചി കോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൂചിയൊക്കെ കോക്കുന്ന ഇങ്ങനെ കുറച്ച് ആയ ആൾക്കാർക്കൊക്കെ സൂചി കോക്കുമ്പം ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതിനുള്ള സൊല്യൂഷനും കൂടി ഇതിലുണ്ട് കേട്ടോ. അത് തന്നെ നമുക്ക് സൂചിയൊക്കെ കോർത്ത് തരുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. കുറേ പലതരം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇതാ പിന്നെ ഇത് വന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് നൂലിൻ്റെ വീതി കൂട്ടണോ കുറക്കണോ ഉള്ള ഒരു സെറ്റിങ്സ് ആണ് കേട്ടോ. ഇത് കുറച്ച് അടുത്തടുത്തായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒന്നിട്ട് കൊടുക്കാം. അങ്ങനെ പല രീതിക്കും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മെഷീന് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ മുകളിൽ കാണുന്ന കുന്തങ്ങൾ നൂല് കോർക്കാനുള്ളതാണ് കേട്ടോ. അതും കാണിക്കാം. പിന്നെ ഇത് വന്നിട്ട് ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന ആ ടൈമിൽ കാണിച്ചു തരാം. ഇത് നൂലിടുന്ന രണ്ട് ഇതാണ് കേട്ടോ. പിന്നെ നൂല് നമ്മൾ ഉൾഭാഗത്തായിട്ട് ചുറ്റുന്നില്ലേ, ആ ഒരു ഇതും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചുറ്റുന്ന ടൈമിൽ കാണിച്ചു തരാം. പിന്നെ ഇത് ഇലക്ട്രോണിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ സൂചി കോക്കുന്ന ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ തുണികൾ ഇങ്ങനെ വെക്കുമ്പം എന്താ പറയുക, താഴ്ത്തുകയും പൊക്കുകയും ചെയ്യുന്നില്ലേ, ആ ഒരു ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ. നമ്മൾ തുണികളൊക്കെ വെക്കുന്ന അതിൻ്റെ മുകളിലായിട്ടാണ്. പിന്നെ ഇതാ ഇതുപോലെ ഒരു ഇതിൽ റോള് നമ്മൾ നൂല് വെച്ചിട്ട് ഇതുപോലെയാണ് ചുറ്റി കൊടുക്കുന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രണ്ട് നൂല് വെക്കുന്ന ഇതുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് നൂല് എന്താ പറയുക, ബോബിനിലിടുന്ന ആ നൂല് വെക്കുന്ന ചുറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം റൈറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം കാണിച്ചു തരാം ഞാൻ. ഇതാ ഇതുപോലെ റോള് ചെയ്തതിന് ശേഷം ആ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ റൈറ്റിലേക്കൊന്ന് നീക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്കൊന്ന് നീക്കിയിട്ട് എടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലെയാണ് നൂല് കോത്ത ഈ ഒരു ഭാഗം കണ്ടോ, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സൈഡിലുള്ള ഒരു ഇതില്ലേ വൈറ്റ്, അപ്പോൾ അതൊന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ചവിട്ടുമ്പം ഇതൊന്ന് റോളായിട്ട് കിട്ടൂ. ഇതാ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. കാണാൻ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത് നൂല് കട്ടാക്കുന്ന ഒരു ബ്ലേഡാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നൂലൊന്ന് കോർത്ത് കൊടുക്കുകയാണ്. ഇതാ ഇതുപോലെയാണ് നമ്മൾ നൂല് കോർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ സൂചിയിലേക്ക് നൂല് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതാ എളുപ്പത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണ് പിടിക്കാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന കൂടുതൽ പേരും കണ്ണടയൊക്കെ വെച്ചിട്ട് കാണാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് സൂചിയൊക്കെ കോർക്കാൻ പറ്റും കേട്ടോ. ഇതാ പിന്നെ ഈ നൂല് ചുറ്റിയ ബോബിന് ഇതുപോലെയാണ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ നൂല് വലിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നൂല് ഇവിടെ ഉണ്ട് എന്നുള്ള ഒരിതിൽ. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി സ്റ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് എന്താ പറയുക, നൂലിൻ്റെ സൈസൊക്കെ കൂട്ടി കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് കുറേ തരമുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ
അത് കാണിച്ചു തരാം, പിന്നെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുറച്ച് മോഡലിലുള്ള സ്റ്റിച്ചും സിപ്സാക്ക് ആയിട്ടുള്ള സ്റ്റിച്ചൊക്കെ ചെയ്യുന്നില്ലേ, അപ്പോൾ അത് ചെയ്യുമ്പം നമ്മൾ ഇതുപോലെ റെഡിലിട്ടതിന് ശേഷം ABCD അങ്ങനെ മാറ്റി കൊടുക്കാമെന്ന്. ഇപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പർദ്ദ ഒന്ന് അടിച്ചത് കാണിച്ചു തരാം കേട്ടോ. പർദ്ദ ഒന്ന് നമുക്ക് ചെറുതാക്കാനുണ്ട്, അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഏത് മെറ്റീരിയൽ ആയാലും ഈ ഒരു മെഷീനിൽ സ്റ്റിച്ച് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മടക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നമുക്കിത് ലോക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ നമ്മുടെ എന്താ പറയുക പർദ്ദ ലോക്കായിട്ട് പോവും. ഇങ്ങനെ പൊട്ടുന്നതിന് 2-3 പ്രാവശ്യം നമ്മൾ ലോക്കില്ലേ ഇടാറില്ലേ, അപ്പോൾ അതുപോലെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. താഴ്ത്തിയിട്ടും പൊക്കിയിട്ടും 2 പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതി, നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ബട്ടണ്. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ തുണി വേറൊരു തുണിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മറ്റേ മെഷീനിലൊന്നും പെട്ടെന്നൊന്നും സ്റ്റിച്ച് ചെയ്യാത്ത ഒരു പോലെയുള്ള ഒരു തുണിയാണ്. അതാ ഇത് നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ചായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ എന്താ പറയുക സ്റ്റിച്ചിങ്ങിൻ്റെ രൂപവും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ 2 വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ നോർമലായിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് ചെയ്യുന്നുള്ളത്. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ്. പിന്നെ നമുക്ക് ഈ എന്ന് ബിയിലേക്ക് മാറ്റി ഇതുപോലെ 2 വെച്ചിട്ട് ബിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇതാ ബിയിലുള്ള സ്റ്റിച്ച് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ സിയിൽ വെച്ചിട്ട് നോർമലായിട്ട് 2 വെച്ചിട്ടാണ് സിയിൽ വെച്ചതിന് ശേഷം 2 വെച്ചിട്ട് നമ്മൾ ഈ സി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു രീതിക്കുള്ള സ്റ്റിച്ചിങ് കാണാം. എന്താ ഈ ഒരു രീതിക്ക് ഇത് നമ്മൾ ഡ്രസ്സിന് അടിയിലൊക്കെ ലോക്ക് ഇടുന്ന ആ ഒരു രീതിക്കുള്ള സ്റ്റിച്ചാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് D വെച്ച് കൊടുക്കുന്നുണ്ട്. D2ൽ നമ്മൾ D താഴത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു തരം സ്റ്റിച്ചിങ് ആണ്, കുറച്ച് ദൂരത്തായിട്ട് ചെയ്യുന്നൊരു സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഇനി നമ്മൾ ഇയിൽ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. E2 അതുപോലെ ഇവിടെ ബ്ലൂ കളറിൽ കാണുന്ന ആണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് വരും. കുറച്ച് കട്ടിക്കായിട്ടാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നുള്ളത്. നേരത്തെ കാണിച്ചതിൻ്റെ ഡബിളായിട്ടാണ്. അപ്പോൾ അതാ ഇതുപോലെ കുറച്ച് കട്ടിക്ക് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ Fൽ വെച്ച് കൊടുക്കുന്നുണ്ട്. Fൽ 2ൽ തന്നെയാണ്. അപ്പോൾ അതാ ബ്ലൂ കളറിലുള്ള അതേ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഇതൊരു വേറൊരു തരം വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഇനിയുള്ളത് ജിയിലാണ്. അപ്പോൾ ജിയിൽ 2ലാണ് വെച്ച് കൊടുക്കുന്നുള്ളത് കേട്ടോ. ജിയിൽ 2ലാണ്. അപ്പോൾ ഇത് വന്നിട്ട് വേറൊരു തരം സ്റ്റിച്ചിങ്ങാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇനിയുള്ളതെന്ന് വെച്ചാൽ +SS വെച്ച് കൊടുത്തിട്ട് നമ്മൾ താഴത്തുള്ള റെഡ് കളറിൽ കാണുന്ന ആ സ്റ്റിച്ചിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ +SS വെച്ചിട്ട് Aയിൽ വെച്ച് കൊടുക്കുക. ഇതാ ഇതുപോലെ Aയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ താഴത്തുള്ള A സ്റ്റിച്ചിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത്. ഇതാ നോക്കിക്കോ, ഇതുപോലെ കുറച്ച് കട്ടിക്കായിട്ടാണ് ഈ സ്റ്റിച്ച് വരുന്നുള്ളത്. നോർമൽ സ്റ്റിച്ചിൻ്റെ കുറച്ച് കട്ടിക്കുള്ള സ്റ്റിച്ചാണ്. പിന്നെ വന്നിട്ട് ബിയിൽ വെച്ച് കൊടുക്കുക. നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു രീതിക്കുള്ള സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഇനി ഞാൻ ഡിയിൽ വെച്ചതിന് ശേഷം +SS വെച്ചിട്ട് വീണ്ടും ഞാൻ ഡിയിലെ സ്റ്റിച്ചാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് ഇതാ നല്ല പോലെ കട്ടിക്കായിട്ട് നല്ല എംബ്രോയിഡിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഡിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് വേറൊരു തരം സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഈയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈയിലുള്ള സ്റ്റിച്ചിങ് ഇതുപോലെയാണ് കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. ഇനി വന്നിട്ട് Fലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. Fൽ +SS നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു തരം സ്റ്റിച്ചിങ് ആണ്. ഇതുപോലെ കുറേ തരം സ്റ്റിച്ചിങ് ഇതിൽ അവൈലബിൾ ആണ്.
പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള മെഷീനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട്